അല്ലേ? ക്ലാസിക്കൽ സിംഗറാണ്. ഞാൻ പഠിച്ചത് പാലക്കാട് ചെമ്പൈ ഗവൺമെന്റ് മ്യൂസിക് കോളേജിൽ നിന്നാണ്. അവിടുത്തെ പോസ്റ്റ് ഡിപ്ലോമ കോഴ്സാണ് ചെയ്തത്. ഗാനപ്രവീണ അല്ലേ? ഗാനപ്രവീണ. ഓ അങ്ങനെയാണ്. പിന്നെ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചേച്ചി പാടിയിട്ടുള്ള പാട്ടുകളെല്ലാം നമ്മളെടുത്ത് നോക്കുവാണേ, ഒരു ഫോക്കിഷ് ടൈപ്പാണ് കൂടുതലും പാടിയിട്ടുള്ളത്. ഒരു ക്ലാസിക്കൽ സോങ് കിട്ടാത്തതിൽ എന്തെങ്കിലും സങ്കടം, വിഷമം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അങ്ങനെ വെച്ചാൽ കൂടുതൽ ഈ ഫോക്ക് ടൈപ്പ് പാട്ടുകൾ പാടാനുള്ള വിളിയാണ് വന്നിട്ടുള്ളത്. അതിനുള്ള അവസരമാണ് കിട്ടിയിട്ടുള്ളത്. അതല്ലാത്തത് കിട്ടണമെന്ന് എനിക്ക് എന്തായാലും തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. അതിന് അവസരം ഉണ്ടാവണേന്നാണ് പ്രാർത്ഥന. എനിക്ക് തോന്നുന്നു ചൂണ്ട എന്ന് പറയുന്നത്, ചൂണ്ട എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സോളോ ഗാനമുണ്ട്. അത് തയിർക്കുടം തകർത്തുവോ നീ ചൊല്ലു കണ്ണ തായയ ചോദ ചോദിച്ചു ചൂരലൊന്നു കയ്യിലേന്തി ചുളിഞ്ഞ പുരികവുമായി തായയ ചോദ ചോദിച്ചു തീതരുകിടധിമൃതൈ തയിർക്കുടം തകർത്തുവോ നീ ചൊല്ലു കണ്ണ തായയ ചോദ ചോദിച്ചു. പക്ഷേ ഈ പാട്ട് ആരും അറിഞ്ഞില്ല. കാരണം എനിക്ക് തോന്നുന്നു സിനിമ തിയേറ്റർ എത്താത്തതുകൊണ്ടായിരിക്കാം. ഞാൻ ഒരിക്കൽ ആ സിനിമ കാണാൻ വേണ്ടി റിലീസായ സമയത്ത് തിയേറ്ററിൽ എത്തിയപ്പോൾ ആ സിനിമയേ ഇല്ല. അത് നമുക്ക് ഫെയ്റ്റ് ആണ്. ചില ഫിലിംസ് അങ്ങനെ, അതൊക്കെ അനുഭവങ്ങളാണ്. ശരിക്കും ഞാൻ അനുഭവമായിട്ട് എടുക്കണുള്ളൂ. തീർച്ചയായിട്ടും എന്താണ് ഓരോ നെഗറ്റീവ്സ് നമുക്ക് അടുത്ത പോസിറ്റീവിനേക്കുള്ള ഒരു വേ ആണെന്ന് ആലോചിക്കുക. ജീവിതം എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ചേർന്നല്ലേ. പിന്നെ തീർച്ചയായിട്ടും ആ ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും കീപ്പ് ചെയ്യണം. ചേച്ചി, അപ്പൊ സിംഫണിയിൽ അടുത്ത ഏത് സോങ് ആണ് പാടുന്നത്? സ്വന്തമായിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ള കബീർ മ്യൂസിക് ഹാർമണി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ സ്വന്തം ആൽബമാണ്. ആൽബം ചേച്ചി തന്നെ ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് ഞാൻ തന്നെ പാടി ഇറക്കിയിട്ടുള്ള ഒരു പാട്ടാണ്, ഒരു ആൽബമാണ്. അതില് പുണ്യതീർത്ഥങ്ങളിലെല്ലാം ജലം മാത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം. പുണ്യതീർത്ഥങ്ങളിലെല്ലാം ജലം മാത്രം, പുണ്യതീർത്ഥങ്ങളിലെല്ലാം ജലം മാത്രം, സ്നാനം ചെയ്തറിഞ്ഞു പുണ്യതീർത്ഥങ്ങളിലെല്ലാം ജലം മാത്രം, സ്നാനം ചെയ്തറിഞ്ഞു ഞാനത് സ്നാനം ചെയ്തറിഞ്ഞു. നിർജീവമീ ദേവബിംബങ്ങൾ കേവല ശില്പങ്ങൾ, കേവല ശില്പങ്ങൾ, ശില്പങ്ങൾ, പുണ്യതീർത്ഥങ്ങളിലെല്ലാം ജലം മാത്രം, സ്നാനം ചെയ്തറിഞ്ഞു. അറിഞ്ഞു മിണ്ടാ പാവകളവയെന്ന് നെഞ്ചു പൊട്ടി വിളിച്ചപ്പോൾ, നിരർത്ഥക വചനങ്ങൾ പുണ്യമെന്നെന്നും പുരാണങ്ങൾ ഖുറാനും, നിരർത്ഥക വചനങ്ങൾ പുണ്യമെന്നെന്നും പുരാണങ്ങൾ ഖുറാനും. ദർശിച്ചു ഞാനത് പുറം ചട്ട നീക്കിയപ്പോൾ, ചെവിയോർക്കൂ നെയ്ത്തുകാരനാം കബീർ പാടുന്ന മൊഴിമുത്തിനായി, നെയ്ത്തുകാരനാം കബീർ പാടുന്ന മൊഴിമുത്തിനായി. കഠിനമാം ജീവിതയാ
ചെയ്തറിഞ്ഞു ഞാനത് സ്നാനം ചെയ്തറിഞ്ഞു നിർജീവമീ ദേവബിംബങ്ങൾ കേവല ശില്പങ്ങൾ കേവല ശില്പങ്ങൾ സോൾഫുൾ സോങ്. ശരിക്കും നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സും അതിലുപരി നല്ല ആംബിയൻസ്. ഈ ഇത്രയും നല്ല ഒരു ഓർക്കസ്ട്രേഷൻ ശരിക്കും റോണി ചേട്ടനും ജോസി ചേട്ടനും സുനിലേട്ടൻ, വിനിൽ ചേട്ടൻ, സുനിൽ ഞാനിത് 2004 ഈ ആൽബം ചെയ്തത്. ആ സമയത്ത് സുനിലിന്റെ വളരെയധികം സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ആണോ? സുനിൽ അതുപോലെ റിസൺ അങ്ങനെയുള്ള എല്ലാവരും ഉള്ള ഒരു കൂട്ടായ്മയാണ് സത്യത്തിൽ. ശരിക്കും ഇത് ഭയങ്കര ഒരു പ്രത്യേക ആംബിയൻസ് ആയിരുന്നു. ശരിക്കും ചേച്ചിക്ക് മ്യൂസിക് ഡയറക്ഷനിൽ നല്ല വേണമെങ്കിൽ ഒരു കൈ വേണമെങ്കിൽ അതിലും നോക്കാം തീർച്ചയായിട്ടും അല്ലേ? എനിക്ക് അങ്ങനത്തെ അഹങ്കാരമൊന്നുമില്ല. അഹങ്കാരമല്ലല്ലോ.